ഇന്ന് പ്ലേ സ്കൂളിലെ അബ്രാമിൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ്. അപ്പോൾ രാവിലെ തന്നെ റെഡിയായി ഒരു 9 മണിയാകുമ്പോഴത്തേക്കും അവിടെ എത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഓഡിറ്റോറിയത്തിൽ. അപ്പോൾ ഞാനും അബ്രാമും മാത്രം പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഹുറംബിയും പൊന്നും ഉള്ളതുകൊണ്ട് ഉമ്മച്ചിയും കൂടി വന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റുള്ള സ്റ്റുഡൻസൊക്കെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവൻ സ്റ്റേജൊക്കെ കണ്ടപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് അത് ഡാൻസ് കളിച്ച് കാണിക്കാൻ പറഞ്ഞപ്പോൾ അവൻ കളിക്കുവാണ്. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇവിടുന്ന് പോകുമ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു, ഭയങ്കര ആക്റ്റീവായിരുന്നു. കാരണം ഞങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെയുള്ള സ്റ്റുഡൻസൊക്കെ വന്നു, പിള്ളേരൊക്കെ വന്നു കേട്ടോ, കുഞ്ഞു പിള്ളേരൊക്കെ വന്നു. നല്ല രസമാണ്, ഭയങ്കര ക്യൂട്ടായിരുന്നു. പല പല ഡ്രസ്സ് ഇട്ട് അണിഞ്ഞൊരുക്കി ഇങ്ങനെ പിള്ളേരെ കൊണ്ടുവരുന്നത് കാണാൻ. പക്ഷെ ആ ഒരു ടൈമായപ്പോൾ നമ്മൾ മാറ്റി, അബ്രാമിനെ അവിടെ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞങ്ങളങ്ങോട്ട് മാറി. പക്ഷെ ആ ടൈം തൊട്ട് അവൻ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. ഭയങ്കര കരച്ചിൽ. അവർ പറയുന്നത്, അപ്പോൾ എൻ്റെ അടുത്ത് ടീച്ചേഴ്സ് പറഞ്ഞത് നിങ്ങളെ കണ്ടിട്ടാണ് കരയുന്നതെന്നാണ്. കാരണം ഞാനും ഹുറമ്മയും പൊന്നൊക്കെ മാറിയല്ലോ, അപ്പം ഞങ്ങളുടെ അടുത്തേക്ക് വരണമെന്നും പറഞ്ഞ് അവൻ ഭയങ്കര കരച്ചിലായിരുന്നു. അത് കഴിഞ്ഞ് സ്റ്റേജിൽ കയറുന്ന അവൻ കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ കളിക്കില്ല എന്നൊക്കെ വിചാരിച്ച് ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു കേട്ടോ. പക്ഷെ അവൻ സ്റ്റേജിൽ കയറിയപ്പോൾ ആ ഒരു പാട്ട് വന്നപ്പോൾ ഇതിലവനങ്ങ് കളിച്ചിട്ടോ. എന്തായാലും ആക്റ്റീവായിട്ട് അവൻ ആ സ്റ്റെപ്പൊക്കെ ഓർത്ത് വെച്ച് കളിച്ചു. അത് കഴിഞ്ഞിട്ട് ഇത് പിന്നെ ഡാൻസ് കഴിഞ്ഞിട്ട് പിന്നെ കരയുന്നുണ്ട് നമ്മുടെ അടുത്തേക്ക് വരണമെന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി എനിക്കൊരു കാര്യം മെയിനായിട്ട് ഞാൻ നോക്കിയത്, എനിക്ക് മനസ്സിലായത് ഭയങ്കര കെയറിങ് ആയിരുന്നു കേട്ടോ അവിടുത്തെ ടീച്ചേഴ്സ്, ജംഗിൾ ബുക്കിലെ ടീച്ചേഴ്സ്. ആക്ച്വലി എന്താ പറയുക, അവൻ കരഞ്ഞപ്പോൾ തൊട്ട് അവൻ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു. ഓരോ ജ്യൂസ് ആണെങ്കിലും ബിസ്ക്കറ്റ് ആണെങ്കിലും കൊടുത്ത് ആ സ്റ്റേജിൽ കയറുന്ന വരെ അവനെ എടുത്ത് പാമ്പർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ ഫസ്റ്റ് ആനുവൽ ഡേ.